ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നൂറ, സാബുമാൻ, ആദില, ഷാനവാസ് എന്നിവരുടെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നൂറ അക്ബറിനെയും ആര്യനെയാണ് നോമിനേഷൻ ചെയ്തിരിക്കുന്നത്. നൂറ അക്ബറിനെ കുറിച്ച് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് കളിക്കുകയാണെന്നും ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണെന്നും ഗ്രൂപ്പ് കളി കളിച്ച് നടക്കുകയാണെന്നും പരിഹാസവും കളിയാക്കലുമാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്തത്. ആര്യനെയും അതേ കാറ്റഗറി തന്നെ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സാബുമാൻ നെവിനെയും അനീഷിനെയുമാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അനീഷിനെ കുറിച്ച് പതിവ് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിലൊരു മാറ്റവുമില്ല. നെവിനെക്കുറിച്ച് പറഞ്ഞതും അക്ബറിൻ്റെ നിഴലായിട്ട് നിൽക്കുന്നു, അക്ബറിനെ പേടിയാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആദില അക്ബറിനെ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അക്ബർ ഒരു ഗുണ്ടാത്തലവൻ പോലെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അനീഷ് കൈ കടിച്ച വിഷയവും അതോടൊപ്പം തന്നെ എന്താണോ ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞിട്ടാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഷാനവാസ് ആര്യനെ അനുമോളെയുമാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആര്യൻ ഗെയിമിൽ ഫേക്കായിട്ട് കളിച്ചു എന്ന രീതിയിൽ പറഞ്ഞുള്ള റീസണാണ്, അത് കറക്റ്റായിട്ടുള്ള റീസൺ പറഞ്ഞിട്ടാണ് ഷാനവാസ് അവിടെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ആദില രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആദിലയും ഷാനവാസും നോമിനേഷനിൽ പെടാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഇവിടെ അക്ബറും നെവിനും ആര്യനും അവരൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഈ ആദിലെ നോമിനേഷനിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അവിടെ അനാവശ്യമായി സാബുമാൻ്റെ വോട്ടും മാറിപ്പോയിരിക്കുകയാണ്. സാബുമാൻ ഈ പറയുന്ന അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആര്യൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അനീഷിന് 3 വോട്ടുകൾ അവിടെ വന്നു പോവുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അക്ബറിനും 3 വോട്ടുകൾ വന്നു. സാബുമാന് 2 വോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ നെവിന് 2 വോട്ടും ആര്യന് 2 വോട്ടും നൂറയ്ക്ക് 2, അനുമോൾക്ക് 2. അപ്പം ഈ അക്ബറൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഓരോ വോട്ട് അതിലേക്ക് മറിച്ചിരുന്നുവെങ്കിൽ അതിലെ നോമിനേഷനിൽ വന്നിരുന്നതിനെ വീക്കായിട്ടുള്ള ഒരാളാണ്. അത് ഈ പറയുന്ന സാബുമാനോട് പറയുന്നുണ്ട്, സാബുമാൻ തന്നെ ആ കുഴി തോണ്ടി എന്ന രീതിയിൽ നെവിനൊക്കെ പറയുന്നുണ്ട്. കാരണം ആദില രക്ഷപ്പെട്ടു കഴിഞ്ഞു. ആദില ഈ പ്രാവശ്യം നോമിനേഷനിൽ രക്ഷപ്പെട്ടു. ആദില ഔട്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 7 പേരിൽ 2 പേര് തീർച്ചയായിട്ടും വെളിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. സാബുമോനോ അതോടൊപ്പം തന്നെ നെവിനോ അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന അക്ബറോ ആര്യനോ, ഇവരിൽ ആരെങ്കിലും 2 പേര് ഈ ആഴ്ച പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും അനീഷിനെ 3 പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം കടിച്ചു എന്നുള്ള ഒരു വിഷയവും പിന്നെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പറയുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ആരൊക്കെ വാഴും ആരൊക്കെ പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.